ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾ എപ്പോഴും പറയാറുള്ള നടുവേദന, ക്ഷീണം, ഇതൊക്കെ വീടുകളിൽ പറയുന്ന സമയത്ത് ഭയങ്കര നോർമൽ അല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് വിടുന്ന പല കാര്യങ്ങളിലും സീരിയസ് ആയിട്ടുള്ള പല കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, സാധാരണക്കാളും കൂടുതൽ ഉണ്ടാകുന്ന ക്ഷീണം. അതായത് എത്ര ഉറങ്ങിയാലും എത്ര റെസ്റ്റ് ചെയ്താലും ഒന്നും മാറാത്തൊരു തളർച്ച. അതൊരു പക്ഷെ വെറും ക്ഷീണം ആയിരിക്കില്ല, ചിലപ്പോൾ അനീമിയ ആയിരിക്കാം, രക്തക്കുറവായിരിക്കാം, തൈറോയിഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് നടുവേദന. കുട്ടി എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് നടുവേദന ഉണ്ടാവുന്നത് നോർമലാണ്. പക്ഷെ തീരെ വിട്ടുമാറാത്ത വേദന ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കാൽഷ്യം കുറവോ അല്ലെങ്കിൽ ഈവൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ പോസ്റ്റർ കറക്ഷൻസ് പോലും ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. മൂന്നാമത്തത് യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് മൂത്രം തീരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. ചിലപ്പോൾ തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്തൊക്കെ അറിയാതെ മൂത്രം പോകാറുണ്ട്. പല അമ്മമാരും ഇത് പുറത്ത് പറയാൻ പോലും മടിക്കാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഉണ്ടാവുന്നത് പെൽവിക് മസിൽസിന്റെ ഒരു വീക്ക്നെസ് കാരണമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവും. നാലാമത്തത് ഒരു കാരണമില്ലാതെ സങ്കടം വരിക, ദേഷ്യം വരിക, കുട്ടിയോട് അടുപ്പം തോന്നാതിരിക്കുക. ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസിന്റെ സൈൻസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അതൊരിക്കലും നിസ്സാരവൽക്കരിച്ച് വിടരുത്. കാരണം ഇത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും അവരുടെ അനുഭവങ്ങളും ഫിസിക്കൽ മെന്റൽ സ്റ്റേറ്റസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. ഒരിക്കലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് കമ്പയർ ചെയ്യാതെ ഓരോ അമ്മമാർക്കും വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ആണ്.